കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്പോഴും നമുക്ക് നന്മ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയാണ്, മനുഷ്യർ അല്ലെങ്കിൽ അടുത്തവർ നമുക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നത് നാം അവർക്ക് ചെയ്യണമെന്ന്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ പറയുന്നു എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ന്യായപ്രമാണത്തിലും ആയാലും അല്ലെങ്കിൽ പ്രവാചകന്മാരായാലും ഇതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നാം ചിലർ വിചാരിക്കുന്നുണ്ട്, എന്ത് എനിക്ക് കിട്ടിയാലും ഇരിക്കട്ട്, അടുത്തവർക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നവർ പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു സഹായമായാലും അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായമായാലും അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി ചെയ്തു തന്ന് സഹായിക്കുന്നതായാലും എന്തായാലും നമുക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നതിന് നാം അവർക്ക് ചെയ്യണം. ഇന്ന് ഫോണുള്ള കാലമാണ്. പലരും ആരെയും ഒന്ന് വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്യത്തില്ല. പക്ഷേ അവർ എപ്പോഴും നമ്മെ വിളിച്ച് അന്വേഷിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയല്ല, അവർ നമ്മെ വിളിച്ച് അന്വേഷിക്കണം എന്ന് വിചാരിക്കുന്ന നാം അവരെയും വിളിച്ച് അന്വേഷിക്കണം. പ്രിയ ദൈവമക്കളെ, എനിക്ക് അത് ഞാൻ വളരെ എല്ലാവരെയും അധികം വിളിക്കുന്നവളാണ്. പക്ഷേ എനിക്കൊരു കഷ്ടസമയം വന്നതിന് ശേഷം ഇന്ന് 3.5 വർഷത്തോളമാകുന്നു എന്നെ അധികം പേര് വിളിച്ച് അന്വേഷിക്കാത്തവർ ഒരുപാട് പേരുണ്ട്, ഞാൻ വിളിച്ചുകൊണ്ടിരുന്നവരും പോലും. പക്ഷേ ഇപ്പോഴും ഞാൻ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവർ മറുപടി പറയും. തിരിച്ച് ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് എന്നോട് വിളിച്ച് ചോദിക്കത്തില്ല. അങ്ങനെയുണ്ട്. പക്ഷേ ദൈവം അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു മനുഷ്യന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അത് നാം തിരിച്ചറിയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ കഷ്ടതയെക്കുറിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് എന്നെ വിളിച്ച് അന്വേഷിച്ചെങ്കിലോ എന്ന്. പക്ഷേ ആരും അത് ചെയ്തിട്ടില്ല. ആരുമെന്ന് പറയാൻ പറ്റത്തില്ല, അധികം പേരും ചെയ്തിട്ടില്ല. അപ്പോൾ നാം അങ്ങനെയല്ല. ഒരാൾ നമ്മളിൽ ആരെങ്കിലും കണ്ണുനീരോട് ഇരിക്കുന്നു, വേദനയോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു എന്ന് കണ്ടാൽ നാം അവരെ ഒരു ഫോൺ കോൾ ചെയ്തെങ്കിലും അവരെ ഒന്ന് അന്വേഷിക്കുവാൻ മറക്കരുത്. പ്രിയ ദൈവമക്കളെ, ദൈവവചനം പറയുന്നു, നമുക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നതിന് നാം മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന്. നാം ഒരു കഷ്ടത്തിലായാൽ നാം ആഗ്രഹിക്കത്തില്ലയോ ഒന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ നമുക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന്. അതേപോലെ തന്നെ എല്ലാവരും കഷ്ടത്തിലാകുമ്പോൾ എത്ര വലിയ ആൾക്കാരായാലും അവരത് പ്രതീക്ഷിക്കും. കർത്താവ് അത് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, എല്ലാ നന്മകൾക്കും ഉറവിടമായിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കായും നന്ദി കർത്താവേ. പക്ഷേ കർത്താവെ, ഞങ്ങളുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവെ, അടുത്തൊരു മനുഷ്യൻ നമുക്ക് ചെയ്യുവാൻ ഇച്ഛിക്കുന്നതിന് തിരിച്ച് നാം അവർക്ക് ചെയ്യുവാൻ തക്കവണ്ണമുള്ള കൃപയും പ്രാപ്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.